ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വെക്കരുത്. നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ കഴിയണം. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ. പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരിച്ചു നൽകുന്നു. കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ചില മനുഷ്യരുണ്ട്, നമ്മൾ അവർക്ക് എല്ലാമായിരുന്നു എന്ന് തോന്നിപ്പിച്ച് പിന്നീട് ഒരു വാക്കിൽ ആരുമല്ലായിരുന്നു എന്ന് തെളിയിച്ച് തിരികെ നടക്കുന്നവർ. മറ്റു ചിലരുണ്ട്, നമുക്ക് അവർ ഒന്നുമല്ലാതായിരുന്നിട്ട് ചില വാക്കുകളിൽ നമ്മുടെ ഹൃദയം കീഴടക്കിയ ആരൊക്കെ ആയി മാറുന്നവർ. സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാവാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാകാനും കഴിയില്ല. കാരണം അവർ പരസ്പരം സ്നേഹിച്ചവർ ആയിരുന്നു. പിന്നെ അവർ ആരാണ്? നല്ല പോലെ അടുത്തറിയുന്ന അപരിചിതരാണ് അവർ ഇപ്പോഴും. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിനേ കഴിയൂ. നിങ്ങളോട് രഹസ്യമായി അസൂയ ഉള്ളവരെ തിരിച്ചറിയണം. ഒന്ന്, നിങ്ങളുടെ വിജയത്തെ അവർ ചെറുതാക്കി കണക്കാക്കും എന്നതാണ്. രണ്ട്, അവർ നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറഞ്ഞ് നടക്കുമെന്ന് മറ്റുള്ളവരിൽ നിന്ന് അറിയും. മൂന്ന്, നിങ്ങൾ ഒരുക്കുന്ന അധ്വാനത്തിന് അവർ പുച്ഛിക്കും. നാല്, ചെറിയ കാര്യത്തിന് പോലും അയാൾ തർക്കിക്കാൻ വരും. അഞ്ച്, എന്തിനും ഏതിനും നിങ്ങളോട് അവർ മത്സരിക്കാൻ ശ്രമിക്കും. ആറ്, നിങ്ങളോട് നിങ്ങൾ വിജയം നേടുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തുണ്ടാവില്ല. പണമല്ല നിങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് ആവശ്യമായ പ്രചോദനം നിങ്ങൾക്കുള്ളിൽ കണ്ടെത്തുക. കാരണം അവസാനം നിങ്ങളല്ലാതെ മറ്റാരുമില്ല. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാവും, മനസ്സിലാക്കിയവർ അപൂർവവും. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കളുണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. നിങ്ങൾ അറിയാത്ത സൈക്കോളജി ഫാക്ട്. 1. സ്ത്രീകൾക്ക് തങ്ങളെക്കാൾ മുതിർന്ന പുരുഷന്മാരോടാണ് ആകർഷണം തോന്നുക. പുരുഷന്മാർക്ക് പ്രായം കുറഞ്ഞ സ്ത്രീകളോടും. 2. പുരുഷന്മാർക്ക് അച്ഛനേക്കാളും അടുപ്പം അമ്മയോടായിരിക്കും. 3. പുരുഷന്മാർക്ക് മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. 4. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് പതിയെ ആണ് പ്രായമാകുന്നത്. 5. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ആയുസ്സ് കൂടുതലുള്ളത്. ഒരു ടാസ്ക് ചെയ്യുന്നതിന് മുൻപ് സംശയങ്ങൾ നീക്കി നിങ്ങളുടെ പിരിമുറുക്കം കുറക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളെയോ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരും ഇല്ലെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണെന്ന് പഠനങ്ങൾ പറയുന്നു. എന്താകും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു എന്ന് വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. അവിടെയാണ് വിജയമുണ്ടാകുന്നത്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്തു പറഞ്ഞുകൊള്ളട്ടെ, അവർക്ക് നിങ്ങളെ അറിയില്ല. അറിയുന്നതെന്തോ ബാഹ്യമായ ചിലത് മാത്രം. നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് ദൃഢമായ തീരുമാനത്തോടെ നേടിയെടുക്കുവാൻ നിങ്ങൾ പ്രയത്നിച്ചാൽ എന്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാം.
നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞവൻ പരാജയപ്പെടില്ല. പിന്തിരിപ്പിക്കാനും പരിഹസിക്കാനും ആളുണ്ടാകും. പക്ഷേ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. ജീവിച്ചിരുന്നത് എന്തിന് എന്നതിന് തെളിവ് അവശേഷിപ്പിക്കുക. അതിനു വലിയ നിർമ്മിതികളുടെ ആവശ്യമില്ല. സമൂഹമാധ്യമത്തിൽ സ്നേഹം നിറച്ചുകൊണ്ടായാലും മതി. നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം ചിരിക്കാം. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രം. പക്ഷേ ഒരിക്കലും മറ്റുള്ളവരുടെ സങ്കടത്തിൽ സന്തോഷിക്കുകയും ചെയ്യരുത്. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കുകയും ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ ചിന്ത എല്ലാം ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ അതുകൊണ്ട് നശിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. ആഗ്രഹിക്കാം, പക്ഷേ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ആരെയും സ്നേഹിക്കാം, പക്ഷേ തിരിച്ചും സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഉയർന്ന മൂല്യമുള്ള പെൺകുട്ടികളുടെ ലക്ഷണങ്ങൾ: 1. ഹൈ ക്വാളിറ്റി വുമൺ അവരുടെ പുരുഷന്മാരെ സ്വയം മെച്ചപ്പെടുത്താൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. 2. ഈ തരത്തിലുള്ള സ്ത്രീകൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിലും സത്യം തുറന്ന് നിങ്ങളോട് പറയും. 3. സ്ത്രീകൾ വളരെയധികം ബഹുമാനത്തോടു കൂടെ ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. 4. ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഒരിക്കലും നിങ്ങൾക്ക് അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളതും. ഇതൊക്കെയാണ് ഉയർന്ന മൂല്യമുള്ള പെൺകുട്ടികളുടെ ലക്ഷണങ്ങൾ. മഴ തോരാതെ പെയ്യുമ്പോൾ എല്ലാം ഞാൻ കരുതി മഴയ്ക്ക് ഭൂമിയോട് തീരാത്ത പ്രണയമാണെന്ന്. പക്ഷേ ഒരിക്കൽ അറിഞ്ഞു ആകാശം ഭൂമിക്ക് കണ്ണീരായിരുന്നു എന്നുള്ളത്. സ്ത്രീകൾക്ക് പുരുഷനെ മാനസികമായി കീഴ്പ്പെടുത്താൻ വെറും 2 കാര്യങ്ങൾ മതി. 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. ഭാവിയിൽ മികച്ചതാക്കാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ ആരംഭിക്കുക. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം തികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം. ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക. ഒന്നും പറയരുത്, ഒന്നും ഉപദേശിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. Thanks for watching. Don't forget to subscribe.